എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സോളാർ പാനലിൻ്റെ ടെസ്റ്റിംഗ്, ബാറ്ററി, ചാർജ് കൺട്രോളർ, പവർ ഇൻവെർട്ടർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് ഞങ്ങൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായി AC ലോഡ് എങ്ങനെ ബന്ധിപ്പിക്കാമെന്നും സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാമെന്നും DC ലോഡ് കണക്ട് ചെയ്ത് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാമെന്നും ഇതിൽ നമ്മൾ പഠിക്കുന്നു. സാധാരണയായി ബാറ്ററികളിൽ നിന്നോ സോളാർ പാനലുകളിൽ നിന്നോ AC പവറായി കൺവേർട്ട് ചെയ്യുന്നു. പവർ ഇൻവെർട്ടറിലെ AC ഔട്ട്ലെറ്റ് തിരിച്ചറിയുക. മിക്ക ഇൻവെർട്ടറുകൾക്കും സ്റ്റാൻഡേർഡ് AC ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ വീട്ടുപകരണങ്ങൾ നേരിട്ട് പ്ലഗ് ഇൻ ചെയ്യാൻ കഴിയും. AC വോൾട്ടേജ് അളക്കാൻ നിങ്ങളുടെ മൾട്ടിമീറ്റർ സജ്ജമാക്കുക. പവർ ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് സോക്കറ്റിൽ മൾട്ടിമീറ്റർ പ്രോബുകൾ സ്ഥാപിക്കുക. DC വോൾട്ടേജിൽ നിന്ന് വ്യത്യസ്തമായി AC വോൾട്ടേജ് അളക്കലിന് പൊളാരിറ്റി ഇല്ല. അതിനാൽ AC വോൾട്ടേജ് അളക്കുന്നതിനുള്ള ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് അവയെ ബന്ധിപ്പിക്കുമ്പോൾ പ്രോബുകളുടെ പൊളാരിറ്റി പ്രശ്നമല്ല. എന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കാൻ മൾട്ടിമീറ്റർ AC വോൾട്ടേജ് സോക്കറ്റുകൾക്ക് സമാന്തരമായി ബന്ധിപ്പിക്കണം. മൾട്ടിമീറ്റർ പ്രോബുകൾ സുരക്ഷിതമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് വായിക്കുക. ഇത് നിങ്ങളുടെ പവർ ഇൻവെർട്ടറിൻ്റെ AC വോൾട്ടേജ് ഔട്ട്പുട്ടായിരിക്കും. അളന്ന വോൾട്ടേജിൻ്റെ പവർ ഇൻവെർട്ടറിൻ്റെ പ്രതീക്ഷിച്ചതോ റേറ്റ് ചെയ്തതോ ആയ വോൾട്ടേജ് ഔട്ട്പുട്ടുമായി താരതമ്യം ചെയ്യുക. പവർ ഇൻവെർട്ടർ ഓഫ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെർട്ടറിൻ്റെ പവർ റേറ്റിംഗിനും നിങ്ങളുടെ AC ലോഡിൻ്റെ എക്സ്പെക്റ്റഡ് കറൻറ്റിനും അനുയോജ്യമായ ഒരു 2 പോൾ AC സർക്യൂട്ട് ബ്രേക്കർ തിരഞ്ഞെടുക്കുക. വയറുകളുടെ ഉചിതമായ വലിപ്പം ഉപയോഗിച്ച് പവർ ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് ടെർമിനലുകളെ AC സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. വയറുകളുടെ ഉചിതമായ വലിപ്പം ഉപയോഗിച്ച് പവർ ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് ടെർമിനലുകളെ AC സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. ഇൻവെർട്ടറിൽ നിന്ന് MCBയുടെ ഒരു ടെർമിനലിലേക്ക് ഒരു AC ഔട്ട്പുട്ട് വയർ ബന്ധിപ്പിക്കുക. ഇൻവെർട്ടറിൽ നിന്ന് MCBയുടെ മറ്റ് ടെർമിനലിലേക്ക് മറ്റ് AC ഔട്ട്പുട്ട് വയർ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് AC ലോഡ് ബന്ധിപ്പിക്കുക. ഉചിതമായ കണക്ടറുകൾ ഉപയോഗിച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് AC കേബിളുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും. ലോഡ് കണക്ഷനുകൾ സുരക്ഷിതവും ശരിയായി ഇൻസുലേറ്റ് ചെയ്തതുമാണെന്ന് ഉറപ്പാക്കുക. ഇൻവെർട്ടറിൽ നിന്നുള്ള ഒരു AC ഔട്ട്പുട്ട് വയർ ബന്ധിപ്പിച്ചിരിക്കുന്ന MCBയുടെ അതേ ടെർമിനലിലേക്ക് AC ലോഡിൽ നിന്ന് ഒരു വയർ ബന്ധിപ്പിക്കുക. ഇൻവെർട്ടറിൽ നിന്നുള്ള രണ്ടാമത്തെ AC ഔട്ട്പുട്ട് വയർ കണക്ട് ചെയ്തിരിക്കുന്ന MCBയുടെ മറ്റൊരു ടെർമിനലിലേക്ക് AC ലോഡിൽ നിന്ന് മറ്റൊരു വയർ ബന്ധിപ്പിക്കുക. ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് സർക്യൂട്ട് ബ്രേക്കറിലേക്കും ലോഡിലേക്കും ബന്ധിപ്പിച്ച ശേഷം പവർ സ്വിച്ച് ഉപയോഗിച്ച് പവർ ഇൻവെർട്ടർ ഓണാക്കുക. ഇൻവെർട്ടർ ഓൺ ചെയ്ത ശേഷം നോബ് ഓൺ സ്ഥാനത്തേക്ക് സാധാരണയായി മുകളിലേക്ക് നീക്കിക്കൊണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഓണാക്കുക. ഇൻവെർട്ടർ, സർക്യൂട്ട് ബ്രേക്കർ, കണക്ട് ചെയ്ത ലോഡ് എന്നിവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ചെയ്യാതെ ലോഡ് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ചാർജ് കൺട്രോളറിലേക്ക് DC ലോഡ് ബന്ധിപ്പിക്കുന്നു. ഈ കണക്ഷന് DC ലോഡിനും ചാർജ് കൺട്രോളിനും ഇടയിലുള്ള പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളുള്ള ശരിയായ പൊളാരിറ്റി ആവശ്യമാണ്. രണ്ട് കോമ്പോണൻറ്റുകളുടെയും കേടുപാടുകൾ തടയുന്നതിനാൽ തെറ്റായ പൊളാരിറ്റി ഷോർട്ട് സർക്യൂട്ടിലേക്കോ റിവേഴ്സ് കറണ്ട് ഫ്ലോയിലേക്കോ നയിച്ചേക്കാം. ഇത് ലോഡ്, ചാർജ് കൺട്രോളർ അല്ലെങ്കിൽ മറ്റ് കണക്ട് ചെയ്ത ഉപകരണങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചാർജ് കൺട്രോളറിലെ ലോഡ് ടെർമിനലുകൾ തിരിച്ചറിയുക. സോളാർ ചാർജ് കൺട്രോളറുകൾക്ക് സാധാരണയായി പോസിറ്റീവ്, നെഗറ്റീവ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ലോഡുകൾ ബന്ധിപ്പിക്കുന്ന ടെർമിനലുകളെ ലേബൽ ചെയ്തിരിക്കുന്നു.
സോളാർ ചാർജ് കൺട്രോളറുകൾ സാധാരണയായി DC വോൾട്ടേജ് ഔട്ട്പുട്ട് ചെയ്യുന്നതിനാൽ DC വോൾട്ടേജ് അളക്കാൻ നിങ്ങളുടെ മൾട്ടിമീറ്റർ സജ്ജമാക്കുക. സോളാർ ചാർജ് കൺട്രോളർ ഓണാക്കിയിട്ടുണ്ടെന്നും പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പാക്കുക. ലോഡ് ടെർമിനലിൻ്റെ അനുബന്ധ ടെർമിനലുകളിലേക്ക് പ്രോബുകളുടെ മെറ്റൽ ടിപ്പുകൾ ടച്ച് ചെയ്യുക. ബ്ലാക്ക് പ്രോബ് നെഗറ്റീവ് ടെർമിനലിലും റെഡ് പ്രോബ് പോസിറ്റീവ് ടെർമിനലിലും ആയിരിക്കണം. ചാർജ് കൺട്രോളറിൽ നിന്നുള്ള DC ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് സ്ഥാപിക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് സ്ഥാപിക്കുക. പ്രോബുകൾ സുരക്ഷിതമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അളവ് വായിക്കുക. മൾട്ടിമീറ്റർ 12 വോൾട്ട് റീഡ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. റീഡിങ്ങുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ വോൾട്ടേജ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അത് സ്റ്റെബിലൈസ് ആകുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ DC ലോഡിൻ്റെ വോൾട്ടേജ് റിക്വയർമെൻറ്റ് സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജുമായി മാച്ച് ആകുന്നുവെന്ന് ഉറപ്പാക്കുക. മിക്ക ചാർജ് കൺട്രോളറുകളുടെയും ഔട്ട്പുട്ട് 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് DC ആണ്. ചാർജ് കൺട്രോളർ സ്വിച്ച് ഓഫ് ചെയ്യുക. നെഗറ്റീവ് ടെർമിനലിലേക്ക് DC ലോഡിൽ നിന്ന് നെഗറ്റീവ് വയറിൻ്റെ മറ്റേ അറ്റം ബന്ധിപ്പിക്കുക. ലൂസ് കണക്ഷനുകൾ ഉണ്ടാകാതിരിക്കാൻ സ്ക്രൂകളോ ബോൾട്ടുകളോ നന്നായി മുറുക്കുക. എല്ലാം ശരിയായി കണക്ട് ചെയ്തിട്ടുണ്ടെന്നും സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് DC ലോഡ് ഓണാക്കി DC ഫാനിൻ്റെ DC ലോഡ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ AC ലോഡ് പവർ ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചു. DC ലോഡ് ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു. ഈ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി. ഈ വീഡിയോയിൽ നമ്മൾ AC ലോഡ് പവർ ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചു. DC ലോഡ് ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു. ഈ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി.